നിങ്ങൾ ഇതുവരെ ചൊവ്വയിലേക്ക് നോക്കുകയാണ്, എന്നാൽ ജീവൻ അത് നിങ്ങളുടെ കാൽ ചുവട്ടിലുണ്ട്. നൂറുകണക്കിന് അന്തരീക്ഷമർദ്ദം നിങ്ങളെ തകർത്തു കളയും. സൂര്യരശ്മികളെത്താത്ത ഇരുട്ട്. ഇവിടെ ജീവിക്കുന്ന ജീവികൾക്ക് കണ്ണുവേണ്ട, തലച്ചോറ് വേണ്ട, ചിലതിന് വായ പോലും വേണ്ട. ബഹിരാകാശത്ത് അന്യഗ്രഹജീവികളെ തിരയുന്നതിനു മുൻപ് നമുക്ക് സ്വന്തം ഗ്രഹത്തിന്റെ 95% ഭാഗവും അന്യഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. ഇന്ന് ഈ വീഡിയോയിൽ ഭൂമിയിൽ തന്നെയുള്ള അന്യഗ്രഹജീവികളെ കാണും. ശാസ്ത്രം പോലും പറയുന്നു ഇവരിവിടെയുണ്ടെങ്കിൽ യൂറോപ്പയിലും എൻസലാഡസിലും ജീവൻ ഉണ്ടാകുമെന്ന്. സമുദ്രനിരപ്പിൽ നിന്ന് 11 കിലോമീറ്റർ താഴ്ചയിലേക്ക് യാത്ര ചെയ്യുക. ഇവിടെ ചലഞ്ചർ ഡീപ്പ്, മർദ്ദം 10750 PSI. ഇതൊരു സ്റ്റീൽ സബ്മറൈനിനെ പോലും സ്ക്വാഷ് ചെയ്യും. എന്നിട്ടും ജീവൻ. എങ്ങനെ? ഈ മർദ്ദത്തിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം പൊടിഞ്ഞുപോകും. പക്ഷെ ഇവിടെയുള്ള ജീവികൾക്ക് കാൽസ്യം അടങ്ങിയ അസ്ഥികൾ പോലുമില്ല. പകരം അവ ജെല്ലി പോലെ സുതാര്യമാണ്. കാരണം പ്രകാശമില്ലാത്തിടത്ത് വർണ്ണങ്ങൾ അർത്ഥശൂന്യമാണ്. ഇവിടെ നിലനിൽപ്പിന്റെ നിയമങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. ഇത് കേവലം അതിജീവനമല്ല, ഇതൊരു മറ്റൊരു ലോകത്തിന്റെ പരിണാമമാണ്. ഇവിടെ നിന്ന് തുടങ്ങാം. വാംപിറോടൂത്തിസ് ഇൻഫർനാലിസ്. പേര് തന്നെ പറയും, നരകത്തിലെ വാമ്പയർ കടൽ തിങ്ങീസ്. ഇത് സ്ക്വിഡല്ല, ഒക്ടോപ്പസ് അല്ല. ഇതൊരു പുരാതന പാലിയേറ്റിക് റെലിക്കാണ്. കഴിഞ്ഞ 300 ദശലക്ഷം വർഷങ്ങളായി ഇത് മാറിയിട്ടില്ല. ഇതിന്റെ ഏറ്റവും ഭയാനകമായ സവിശേഷത, ഇത് ഇരയെ കൊല്ലുന്നില്ല, മറിച്ച് മരിച്ചു വീഴുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു. അപകടം തോന്നിയാൽ ഇത് തന്റെ കൈകൾ തലയ്ക്കു മുകളിലൂടെ തിരിച്ചു കൊണ്ടുപോയി മുള്ളുകൾ പുറത്തേക്ക് കാണിക്കും. അത് ഡീപ് പ്രേയറിന്റെ ട്രീ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കറുത്ത പശ്ചാത്തലത്തിൽ ഒരു മുള്ളുള്ള പന്തുപോലെ കാണപ്പെടും. പ്രെഡേറ്റർ ആശയക്കുഴപ്പത്തിൽ പോകും. കൂടാതെ ഇതിന്റെ കണ്ണുകൾ, ഏറ്റവും വലിയ കണ്ണ് തല അനുപാതമാണ് മൃഗരാജ്യത്തിൽ തന്നെ. സൂര്യപ്രകാശം പോലും എത്താത്ത ഇരുട്ടിൽ ഒരു ഫോട്ടോൺ പോലും പാഴാക്കാൻ വയ്യ. ഇതന്യഗ്രഹമല്ലേ? ഇതാ ലോകത്തിലെ ഏറ്റവും സ്ട്രേഞ്ചായ മത്സ്യം, മാക്രോപിന്ന. ഇതിന്റെ തല പൂർണ്ണമായും സുതാര്യമാണ്. ഒരു കോക്പിറ്റിന്റെ അകത്ത് കയറി നോക്കുന്നത് പോലെ നിങ്ങൾക്കിതിന്റെ തലച്ചോറും നാഡീവ്യൂഹവും കാണാം. പക്ഷെ കണ്ണുകളെവിടെ? നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തിതിന് കണ്ണുകളില്ല. യഥാർത്ഥ കണ്ണുകൾ ഈ പച്ച നിറത്തിലുള്ള ഗോളങ്ങൾ തലയ്ക്കകത്ത് മുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സാധാരണയായി ഇത് മുകളിലേക്ക് നോക്കും. പക്ഷെ ഇര കാണുമ്പോൾ ഈ കണ്ണുകൾ മുന്നോട്ട് തിരിയും. ഇതൊരു ടെലിസ്കോപ്പ് പോലെയാണ്. ഇവിടെ ഡെപ്ത് എന്നത് ഒരു അവസാനമല്ല, മറിച്ചൊരു ഭക്ഷണമാണ്. ഇതൊരു പരീക്ഷണശാലയിലുണ്ടാക്കിയ റോബോട്ട് പോലെ കാണപ്പെടുന്നു. പക്ഷെ അത് യഥാർത്ഥമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സംശയം, ഇത് നമ്മുടെ ഗ്രഹത്തിൽ നിന്നുള്ളതാണോ എന്നതാണ്. ഇനി ശാസ്ത്രത്തിന്റെ തന്നെ അടിത്തറ ഇളക്കുന്ന ഒരു ജീവി, കോമ്പ് ജെല്ലി. ഇതിന് തലച്ചോറില്ല, ഹൃദയമില്ല. എങ്ങനെയാണിത് ചിന്തിക്കുന്നത്? ഇത് ചിന്തിക്കുന്നില്ല. 2023 ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. ഈ ജീവിക്ക് ഡിസസംബ്ലി ചെയ്യാൻ കഴിയും. അതായത് ഇത് സ്വയം ചെറിയ കഷ്ണങ്ങളായി പിരിഞ്ഞ് വീണ്ടും ഒന്നിച്ചു ചേരും. നിങ്ങളൊരു കോമ്പ് ജെല്ലിയെ ബ്ലെൻഡറിലിട്ടാലും അതിലെ സെല്ലുകൾ വീണ്ടും ഒരു പുതിയ ജെല്ലിയായി മാറും. ഇത് അമർത്യതയാണ്. ഇത് ജീനോജെനിസിസ് ആണ്. കൂടാതെ ഈ ജീവിക്ക് നെർവസ് നെറ്റുണ്ട്. അതാണ് ആദ്യത്തെ നാഡീവ്യൂഹം. മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സിഗ്നലുകൾ ഓണാണ്. ഇവിടെ സിഗ്നലുകൾ 2 ഇത് സൂചിപ്പിക്കുന്നത് ഭൂമിയിൽ ജീവന്റെ രൂപകൽപ്പന ഒരു തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നത് തെറ്റാണ് എന്നാണ്. ജീവൻ കുറഞ്ഞത് 2 തവണയുണ്ടായി. ഒരു തവണ നമ്മൾ ബൈലേറ്റേറിയൻസ്, ഒരു തവണ അവ സൈനോഫോർസ്. ഇപ്പോൾ ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ചിന്ത നടത്തുക. നാസയുടെ യൂറോപ്പ ക്ലിപ്പർ ദൗത്യം 2030 യൂറോപ്പയിലെത്തും. അവിടെയും ഇവിടെയുള്ളതുപോലെ തന്നെ ഹൈഡ്രോതേർമൽ വെൻസ് ഉണ്ട്, മീഥെയ്ൻ കടലുകൾ. ഈ ആഴിക്കുത്തിരിപ്പുകളെ എക്സ്ട്രീമോഫൈൽസ് എന്ന് വിളിക്കുന്നു. അവർക്ക് 400 ഡിഗ്രി സെൽഷ്യസ് താപനിലയും സൾഫർ പുഴകളും ആർസനിക്കും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മെറ്റബോളിസമാണ്. ചോദ്യം, യൂറോപ്പയിൽ അങ്ങനെയുള്ള ജീവികളെ കണ്ടാൽ നമ്മൾ അതിനെ അന്യഗ്രഹമെന്നു വിളിക്കുമോ അതോ സാധാരണമെന്നു വിളിക്കുമോ? ശാസ്ത്രജ്ഞർ പറയുന്നു, നമ്മൾ ആഴക്കടലിൽ കാണുന്ന ഈ ജീവികൾ യൂറോപ്പയിലും എൻസലാഡസിലും ഉണ്ടെങ്കിൽ അവ ഏലിയനല്ല, അവ കോസ്മിക് നോർമായിരിക്കും. നമ്മൾ മനുഷ്യരാണ് ഏലിയൻ. നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കുന്നു, പക്ഷേ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ മുഖമല്ല, ഒരു ആംഗ്ലർ ഫിഷ്. തലയിൽ നിന്ന് തൂങ്ങുന്ന ഒരു വിളക്ക്. ആ വിളക്കിനുള്ളിൽ ബാക്ടീരിയകൾ തിളങ്ങുന്നു. ആ ബാക്ടീരിയകൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പ്രകാശമുണ്ടാക്കുക.
നിങ്ങൾ ആ വിളക്കിനെ സമീപിക്കുന്നു. ഇരുട്ടിലൊരു പ്രകാശം, സുരക്ഷിതത്വം. എന്നാൽ അതൊരു കെണിയാണ്. കാരണം ആഴക്കടലിൽ പ്രകാശം എന്നാൽ മരണം. ബഹിരാകാശത്തേക്ക് നമ്മൾ വിക്ഷേപിക്കുന്ന എല്ലാ റോക്കറ്റുകളും, എല്ലാ ചെങ്കതിരുകളും നമ്മൾ പറയുന്നു, ഞങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് സഹായം വേണം. എന്നാൽ 11 കിലോമീറ്റർ താഴ്ചയിൽ നമ്മുടെ കാലിനടിയിൽ തന്നെ ഒരു മൗനമായ നാഗരികതയുണ്ട്. അവർക്ക് ഞങ്ങളെ അറിയില്ല, അവർക്ക് ഞങ്ങളെ വേണ്ട, അവർക്ക് സൂര്യനെ വേണ്ട, അവർ ദൈവങ്ങളെപ്പോലും വേണ്ട. എങ്കിൽ ഈ ഏലിയൻസ് നമ്മുടെ കൂടെയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇവരെ പേടിക്കണ്ട. കാരണം ഇവർക്ക് നമ്മളെ കൊല്ലാൻ താൽപ്പര്യമില്ല, ഇവർക്ക് നമ്മളെ അറിയേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇവർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, യൂണിവേഴ്സ് ഇസ് വിയർഡർ ദാൻ വി ക്യാൻ ഇമാജിൻ. ഈ എർത്ത് ഏലിയൻസിനെ കുറിച്ച് കൂടുതൽ അറിയണോ? ഡീപ് സീ ഗൈഗാൻറ്റിസം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ആഴത്തിൽ പോകുന്തോറും ജീവികൾ ഭീമാകാരമാകുന്നത്. അതെങ്ങനെ സാധ്യമാണ്? അതിന്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ. ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ഇടയിൽ ഒരു സമുദ്രം മുഴുവനുണ്ട്. അതിലെ ഓരോ തുള്ളി വെള്ളത്തിലും 1,00,000 കഥകൾ ഉറങ്ങുകയാണ്. അവ ഉണർത്താൻ ക്ലിക്ക് ചെയ്യൂ. ബൈ.